നമസ്കാരം. കേരളത്തിലെ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് വളരെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം കേരളത്തിൽ തുടക്കം കുറിച്ചിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതെങ്ങനെ അറിയും? നമ്മുടെ നാട്ടിൽ ഇതൊന്നും വാർത്തയല്ലല്ലോ, മസാലകളാണല്ലോ വാർത്തകൾ. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ക്യാൻസർ എന്ന മഹാവിപത്തിനെ തുടർന്ന് തകർന്നു പോയവർ അല്ലെങ്കിൽ ഇപ്പോഴും പ്രതിസന്ധി അനുഭവിക്കുന്നവർ. ആ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകൾ, അതായത് കാരുണ്യ ഫാർമസികൾ വഴി ഈ വിലയേറിയ ക്യാൻസർ മരുന്നുകൾ 96% വരെ വിലക്കുറവിൽ വിൽപ്പന നടത്താൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്, അതിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നത്. ആക്ഷേപങ്ങൾ പറയാൻ നമുക്ക് വലിയ നാവാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ, നികുതിപ്പണം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് അവർക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കിയാൽ അത് അവരോട് പറയണ്ടേ, ചർച്ചയാക്കണ്ടേ? ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് ജനത്തിന് ഗുണമുണ്ടോ ഇല്ലേ എന്ന് അവരുടെ പ്രതികരണം എടുക്കണ്ടേ? എവിടെ? നമുക്ക് വാർത്തകൾ സെൻസേഷണലിസമാണ്. സെൻസേഷണൽ ആയാൽ മാത്രമേ അതിന് വലിയ ടാം റേറ്റിംഗിൽ വലിയ മാർക്കറ്റ് കിട്ടത്തുള്ളൂ, പെട്ടെന്ന് വിറ്റഴിഞ്ഞു പോകത്തുള്ളൂ. അങ്ങനെയുള്ളതിന് മാത്രമേ വാർത്താ പ്രാധാന്യമുള്ളൂ. പക്ഷേ സർക്കാർ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന പേരിൽ കാരുണ്യ ഫാർമസി വഴി ഏറ്റവും വിലയേറിയ മരുന്നുകൾ വരെ 96% വരെ വിലക്കിഴിവിൽ കൊടുക്കാൻ പോവുകയാണ്. അതായത് പർച്ചേസ് ചെയ്യുന്ന മരുന്ന് ലാഭമെടുക്കാതെ, ഈ ലാഭക്കൊള്ള അറിയാലോ, ക്യാൻസർ രോഗം ബാധിച്ച കുടുംബങ്ങൾ തകർന്നു പോകുന്നത് മരുന്ന് മേടിച്ചും അതിന്റെ ചികിത്സയ്ക്കുള്ള ഭാരമേറിയ ചിലവാണ്. മരുന്ന് കൊള്ളയാണ് ഇതിന്റെ മറവിൽ നടക്കുന്നത്. യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ മരുന്ന് കമ്പനിക്കാരുടെ ചൂഷണവും കൊള്ളയും നടക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മരുന്ന് നേരിട്ട് വാങ്ങി അതിൽ ലാഭമെടുക്കാതെ കാരുണ്യ ഫാർമസി വഴി വിതരണം ചെയ്യുന്നത്. വാർത്തയാക്കണ്ടേ? എത്ര മനുഷ്യരുടെ എത്ര ലക്ഷം രൂപയാണ് അവർക്ക് ഇതിലൂടെ സേവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ ലാഭിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതൊക്കെയല്ലേ വാർത്ത? അത്തരം നന്മയുള്ളൊരു പ്രവർത്തനം ഈ സർക്കാർ ചെയ്തിട്ട് അത് ഒരു തരത്തിലും ചർച്ചയാകുന്നില്ല. ആ പ്രവർത്തനം ചെയ്ത മന്ത്രിയെ അല്ലെങ്കിൽ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാക്ക് ഉരിയാടാൻ ഇവർക്ക് നാവ് പൊന്തുന്നില്ലെങ്കിൽ ഇവരൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രവർത്തനമാണ്? ഇന്നലെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അതിന്റെ ആദ്യ ഗുണഭോക്താവായ ഒരു സ്ത്രീ, അവർ അത് വാങ്ങിച്ചതിന് ശേഷം ആ ഒരു സന്ദർഭത്തിൽ മന്ത്രി വീണ ജോർജിനോട് പ്രതികരിച്ച ഒരു രീതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്താണ് ഈ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കാരുണ്യ ഫാർമസിയിലൂടെയാണ് ഇതിന്റെ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. അവിടെ കൗണ്ടറിൽ നിന്ന് ഇന്നലെ ഒരു സ്ത്രീ, സാധാരണഗതിയിൽ മറ്റു മെഡിക്കൽ ഷോപ്പുകളിലാണെങ്കിൽ 42,355 രൂപ വില വരുന്ന മരുന്ന് ഈ പദ്ധതിയിലൂടെ കേവലം 6,683 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അതൊരു വിപ്ലവകരമായ പദ്ധതിയാണോ അല്ലെങ്കിൽ നന്മയുള്ള പദ്ധതിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഒറ്റ മെഡിസിന് ഒരു കുടുംബത്തിന് 35,000-ൽ പരം രൂപ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ രാജ്യത്ത് മാതൃകയാകുന്ന രീതിയിൽ നടപ്പിലാക്കുമ്പോൾ അതൊക്കെ വലിയ വാർത്തയാക്കി ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയിപ്പ് എത്തിക്കണ്ടേ? കാര്യം പലരും മരുന്ന് മേടിച്ച് തകർന്നു പോയവരാണ്. പലരും മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. ക്യാൻസറിന്റെ മരുന്നിനെ സംബന്ധിച്ചൊക്കെ അതിന്റെ വിലയെ സംബന്ധിച്ചൊക്കെ ആ കുടുംബത്തിന്റെ ചികിത്സ നടത്തുന്നവരടുത്തൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഈ ക്യാൻസർ എന്ന രോഗത്തിന് പലപ്പോഴും ഒരു വലിയ പ്രശ്നമുണ്ട്. പലപ്പോഴും ഈ രോഗം ബാധിക്കുന്ന ആളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം വന്നാലും സാമ്പത്തികമായി പല കുടുംബങ്ങളുടെയും അസ്ഥിവാരം തോണ്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതാണ് ഈ രോഗം ബാധിച്ചാൽ ആളെയും കിട്ടില്ല, ഒടുവിൽ സാമ്പത്തികമായി ആ കുടുംബം തകർന്ന് നാമാവിശേഷമാകുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ മനസ്സിലാക്കി ഈ നാട്ടിൽ ലക്ഷോപലക്ഷം മനുഷ്യരാണ് ഈ RCCയിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം മനുഷ്യരാണ് ആ കൊടിയ രോഗബാധ മൂലം നിരന്തരം കിടന്ന് നരകിക്കുന്നത്. ആ നരകയാതനയിൽ കുടുംബങ്ങൾ കൂടി തകർന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ജനകീയമായിട്ടുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്തയാകില്ല, കാര്യം നന്മയുള്ള പ്രവർത്തനങ്ങളൊന്നും വാർത്തയല്ല. അല്ലെങ്കിൽ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുക്കുക, അതൊന്നും ജനങ്ങൾ അറിയാതിരിക്കുക. അതറിഞ്ഞാൽ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഇവർ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടരാൻ യാതൊരു യോഗ്യതയില്ലാത്തവരെന്നാണ് മാധ്യമങ്ങളുടെ ഒരു പൊതുവിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകാതെയും വാർത്തയാക്കാതെയും മുക്കുന്നതാണ് പതിവ്. എന്തായാലും ആ ഒരു സ്ത്രീയുടെ ആ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ച കൂടി നിങ്ങൾ കണ്ടിരിക്കണം. കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് തുടങ്ങിയതിന് വളരെ സന്തോഷമുണ്ട്.
ശരി ചേച്ചി. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ 42,350 രൂപയാവും. പക്ഷേ ഇത് 6,683 ലഭിക്കും. അതായത് 35,667 രൂപ. നമ്മൾ പറയുന്നവർക്ക് രണ്ട് വിലകളുള്ളത്. ഇത്തരത്തിലുള്ള 247 മരുന്നുകളാണ് കാരുണ്യ ഫാർമസികൾ വഴി ഇനി നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മരുന്ന് കൊള്ളയ്ക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റും. ഇനി ഈ വാർത്ത നിങ്ങൾ അറിയും. എങ്ങനെ അറിയുമെന്നറിയും? ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. ആര്? കേന്ദ്ര സർക്കാർ നമുക്ക് തരേണ്ട പല വിഹിതങ്ങളും വെട്ടിച്ചുരുക്കുന്നുണ്ടല്ലോ. എന്നിരുന്നാലും നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം ഉള്ളതെല്ലാം കൂട്ടി 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 ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് പിഴച്ചു പോകും. ആ പിഴച്ചു പോകുന്ന സന്ദർഭത്തിൽ ഇത് വലിയ വാർത്തയാകും. ചെയ്ത നന്മ ഒരിക്കലും ചർച്ചയാകില്ല. ചെയ്ത നന്മ പ്രവർത്തനം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണത്താൽ സാങ്കേതികമായ തടസ്സമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നിന്ന് പണിയെടുക്കുന്നതും ഇതേ മാപ്രകളായിരിക്കും. ആ മാപ്രകൾ അന്ന് നിങ്ങളോട് പറയും, കണ്ടില്ലേ ഇതൊക്കെ പറഞ്ഞു പറ്റിച്ചു എന്ന രീതിയിൽ പറയും. പക്ഷേ എന്തിനാണ് ഇതൊക്കെ തുടക്കമിടുന്നത്? ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? നികുതിപ്പണം പിരിച്ച് വലിയ വലിയ പ്രതിമകൾ കെട്ടുകയല്ല ഈ സർക്കാർ ചെയ്യുന്നത്. 3,500 കോടി രൂപയുടെ ഒരു ശിവജി പ്രതിമ കഴിഞ്ഞ ദിവസം ഈ തറയിൽ വീണ് തവിട് പൊടിയായിപ്പോയി. 1-2 പൈസയല്ല, 3,500 കോടി രൂപ. ഈ നാട്ടിലെ പൊതുജനത്തിന്റെ വിയർപ്പോഹരിയുടെ പണം പിരിച്ചെടുത്ത് വലിയ വലിയ പ്രതിമകൾ കെട്ടിപ്പൊക്കുകയാണ് കാക്കയ്ക്ക് 3 നേരം സാധിക്കാൻ വേണ്ടി. അതാണ് ഈ നാട്ടിലെ ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ PR വർക്കിലൂടെ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ടെന്നേ ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ. ഒരു കാരുണ്യ ഫാർമസി വഴി ഒരൊറ്റ മരുന്ന് മേടിക്കുന്ന സന്ദർഭത്തിൽ 35,000 രൂപയുടെ കിഴിവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് വേണമെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മരുന്ന് കൊള്ള അത് നേരിട്ട് വാങ്ങിയതിനു ശേഷം പ്രോഫിറ്റ് എടുക്കാം. 1 രൂപ ലാഭം വേണ്ട എന്ന് കരുതിക്കൊണ്ട് കിട്ടുന്ന മരുന്നുകൾ അതേ വിലയ്ക്ക് 2% മാത്രമാണ് ഇതിന്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മാത്രമാണ് ഇതിൽ നിന്ന് ഈടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കമ്പനികളിൽ നിന്ന് എന്ത് മേടിക്കുന്നു 2% മാത്രം ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാറ്റി നിർത്തി 10 പൈസ സർക്കാരിനോ ആരോഗ്യ വകുപ്പിനോ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അത് ജനങ്ങൾക്കങ്ങ് കൊടുക്കുകയാണ്. ആ പ്രവർത്തനം ചർച്ചയായില്ലെങ്കിൽ ഈ നാട്ടിൽ എന്താണ് മാധ്യമങ്ങൾ ചർച്ചയാക്കേണ്ടത്? ആ മരുന്നുകൾ കിട്ടുന്ന ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാകട്ടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാരുണ്യ ഫാർമസിയിൽ ഇത് കിട്ടും. ഗവൺമെന്റ് കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ ലഭിക്കും. പത്തനംതിട്ട ജനറൽ ആശുപത്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, എറണാകുളം മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് ജില്ലാ ആശുപത്രി, മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മാനന്തവാടി ജില്ലാ ആശുപത്രി, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ്, കാസർഗോഡ് ജനറൽ ആശുപത്രി. ഇങ്ങനെ 14 ജില്ലകളിലെ 14 കേന്ദ്രങ്ങളിലൂടെയാണ് ഇത് ആദ്യമായി തുടക്കമിടുന്നത്. ആ ഒരു കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാം. കാര്യം 35,000 രൂപ ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഏത് പ്രദേശത്തായിരുന്നാലും നിങ്ങൾ ഒരു 5,000 രൂപ കൂടി അഡീഷണൽ ചെലവാക്കിയാൽ എത്ര രൂപ പിന്നെയും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും? ഇത് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ വിലയേറിയ മരുന്നുകളാണ്. ഇത് ഇവിടത്തേക്ക് വാങ്ങിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചിലവുമുണ്ട്. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ആ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പലതരത്തിലുള്ള ദൂർത്തുകഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത്? ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടെന്നേ. പക്ഷെ അതൊന്നും പുറത്തു വരാതിരിക്കാൻ എളുപ്പത്തിൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് സർക്കാരിനോട് വല്ലാത്ത ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ വേണ്ടി കള്ള കഥകൾ മെനയാൻ മാത്രമേ ഇവർ കൂട്ടുനിൽക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു നന്മയുള്ള പ്രവർത്തനം കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങൾക്ക് ഗുണകരമായി മാറും. പലരുടെയും സാമ്പത്തിക പ്രതിസന്ധി കാരണം ചികിത്സ മുടങ്ങിയതിന് ഒരു വലിയ സഹായകരമായി മാറുന്ന ഈ പദ്ധതി ചർച്ചയാകാതെ പോയത് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തന രംഗം ഏത് നിലയിൽ അധപ്പതിച്ചു നിൽക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. കേരളത്തിലെ ക്യാൻസർ രോഗികൾ എന്ന് പറയുന്ന വിഭാഗക്കാർ അത് 30 വയസ്സിനപ്പുറത്തേക്കുള്ളവർ 30 ലക്ഷം കടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ കടന്നു വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കൂടി രോഗം വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിക്കാൻ വേണ്ടി പണമില്ലാത്തവർക്കും മരുന്ന് ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ള ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇന്നലെ യാഥാർത്ഥ്യമായത്. അത് വാർത്തയാക്കിയില്ലെങ്കിൽ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമില്ലെന്ന് നിസ്സംശയമായി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ചെയ്തല്ലോ. ആ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് ഈ സർക്കാർ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് അത് അറിഞ്ഞായിരുന്നാലും എപ്പോഴെങ്കിലും അവർ എത്തിപ്പെടുമ്പോൾ ഈ നിലയ്ക്ക് നമ്മുടെ സർക്കാർ നമുക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് സർക്കാർ സംവിധാനങ്ങൾക്ക് ചിന്തയുണ്ടല്ലോ എന്ന ബോധ്യമുണ്ടാകും. ഇതുപോലെ
വൻകിട പ്രതിമകളൊന്നും അല്ല നമ്മുടെ നാടിന് ആവശ്യം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം പിടിച്ചുയർത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും പദ്ധതികളുമാണ് വേണ്ടത്. അത് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ജപ്തികൾ ഒഴിവാക്കിയ നടപടിയും, ഒപ്പം അതിന് പിന്നാലെ ക്യാൻസർ മരുന്നുകൾ സർക്കാരിന്റെ 100 ദിന കർമ്മദിന പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങളോടൊപ്പമുണ്ടെന്ന് ഈ സർക്കാർ പ്രവൃത്തിയിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയാണ്.